അസ്സലാമു അലൈക്കും. പരിശുദ്ധ റമളാൻ്റെ 28ാം ദിനത്തിലെ ളുഹർ നമസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സ്നേഹിതനും സുഹൃത്തുമൊക്കെയായ ബഷീർക്കായുടെ വീട്ടിൽ പരിശുദ്ധ ഖുർആൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 40 ദിവസമായി അദ്ദേഹവും 50 വർഷം മുമ്പ് ഓതി മറന്ന ഖുർആൻ വീണ്ടും കുട്ടനാട് അബ്ദുസ്സലാം മുസ്ലിയാരുടെ ഒരു ശിക്ഷണത്തിൽ വീണ്ടും തജ്വീദ് അനുസരിച്ച് ഓതുവാൻ പഠിക്കുകയും ഈ റമളാനിൽ 4 ഖത്തം പൂർത്തിയായ അതിന് ദുആ ചെയ്യാൻ വേണ്ടിയും കൂടിയാണ് ഞങ്ങളിവിടെ എത്തിയത്. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നാം എല്ലാം ഗഹനമായി പഠിക്കുകയും അതിനെ പാരായണം ചെയ്യുകയും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിതം മാതൃകാപരമാക്കേണ്ട ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടനാട് അബ്ദുസ്സലാം മുസ്ലിയാർ കഴിഞ്ഞ 10 വർഷം മുമ്പ് കോഴിക്കോട് ചാലയം ഓഡിറ്റോറിയം കേന്ദ്രമാക്കി ഞാനുൾപ്പെടെ ഏതാനും എൻ്റെ സുഹൃത്തുക്കൾ, അതായത് പോച്ച നാസർ, അമ്പോള ലത്തീഫ്, തേവറ നൗഷാദ്, പുതുവീട്ടിൽ അബ്ദുൾ റഷീദ്, പാണൂർ നാസർ സാഹിബ്, അമ്പിത്തറ നാസർ സാഹിബ് തുടങ്ങി, അതായത് ചാലയം ഓഡിറ്റോറിയം ഉടമയായ ഹാജി മുഹമ്മദ് സുൽഫിക്കർ ഉൾപ്പെടെ 10 വർഷമായി ഞങ്ങൾ രാവിലെ സുബൈക്ക് ശേഷം ഈ ചാലയം ഓഡിറ്റോറിയത്തിൻ്റെ ഓഫീസ് മുറിയിൽ ഒത്തുകൂടുകയും ഒരു 10 ആയത്ത് ഓരോരുത്തരും ഓതി അതിൻ്റെ അർത്ഥം തഫ്സീർ വെച്ച് അർത്ഥം മനസ്സിലാക്കി ഖുർആനെ പരിചയപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റമളാനിന് തൊട്ട് മുമ്പ് പുത്തന്തിരിയിൽ താമസക്കാരനായ നമ്മുടെ പ്രിയപ്പെട്ട ബഷീർക്കായെ ഒന്ന് കാണുകയും അദ്ദേഹവും ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ച് അങ്ങനെ അബ്ദുസ്സലാം മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഈ ഒരു പഠനം ഇവിടെ തുടങ്ങുകയും ചെയ്തു. അൽഹംദുലില്ലാ, ഈ പരിശുദ്ധ റമളാൻ്റെ അവസാന നാളുകളിൽ ഖുർആൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അല്പം സമയം ചിലവാക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഈ 24 മണിക്കൂർ ഒരു ദിവസമുണ്ടെങ്കിൽ നമ്മൾ അരമണിക്കൂറെങ്കിലും ഖുർആനെ ഒന്ന് പരിചയപ്പെടുവാൻ ഉള്ള അവസരം നാഥൻ നമുക്ക് തന്നതിൽ അൽഹംദുലില്ലാ ഞങ്ങളെല്ലാവരും ഏറെ സംതൃപ്തരാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ബഷീർക്കായുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവങ്ങൾ അയവിറക്കുവാനാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയത്. ബഹുമാനപ്പെട്ട കുട്ടനാട് അബ്ദുസ്സലാം മുസ്ലിയാർ അതിൻ്റെ പറ്റി വിശദമായ കാര്യങ്ങളൊക്കെ പറയും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആന് വേണ്ടി നമ്മുടെ ഒരുമിച്ച് കൂടി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, ശിഹാബുക നമുക്ക് കുറേ കാര്യങ്ങൾ വിവരിച്ചു തന്നു. ഇതൊക്കെ ഈ വിവരണങ്ങളൊക്കെ ഈ ഖുർആനിൽ നിന്നും അകന്നു നിൽക്കുന്നവർ, പ്രത്യേകിച്ച് അക്ഷരം പോലും അറിയാത്തവർ ഞങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് കടക്കുന്നതെന്ന്, അതായത് സംശയിച്ച് നിൽക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനമാണ് ബഹുമാനപ്പെട്ട ശിഹാബൊക്കെ നമുക്ക് നൽകിയത്. കുറേ കാലങ്ങളായിട്ട് ഈ രംഗത്തുണ്ട്. വിദേശത്തു നിന്ന് തുടങ്ങിയതാണെങ്കിലും സ്വദേശത്തും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും വ്യത്യസ്തമായിട്ട് അൽഹംദുലില്ലാ ഞാൻ ഇന്നിവിടെ കൂടി വളരെ സന്തോഷത്തിലാണ്. കാരണം കുറഞ്ഞ നാൾ കൊണ്ട്, അതായത് ഈ ബഷീർക്കാടെ ഒരു വീട്ടിലാണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ, ബൈത്തുൽ ഖുർആൻ വരെ തുടങ്ങിയത്. അപ്പോൾ അവിടെ വെച്ച് ബഷീർക്ക എന്നോട് താല്പര്യം പ്രകടിപ്പിക്കുകയും ഞാൻ ബഷീർക്കാടെ വീട്ടിൽ വന്ന് ഒരു പഠന രീതി, അതായത് ഒരു ഏറ്റവും നൂതനമായൊരു രീതിയാണ് നമ്മുടേത്. അതായത് ആദ്യത്തെ ദിവസം വന്ന് ഖുർആൻ എടുത്ത് ഓദിക്കലല്ല, അവർക്ക് സ്വയം ഓതാൻ എങ്ങനെ കഴിയും. ഞാൻ ഖുർആനിൻ്റെ പല ഭാഗങ്ങളും ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അൽഹംദുലില്ലാ, ഈ റമളാനുമായി ബന്ധപ്പെട്ട് 4 ഖത്തം ഈ 28 നോമ്പ് കഴിയുമ്പോഴത്തേക്ക് ഓതിക്കഴിഞ്ഞു. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രചോദനം
നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ട് മുന്നോട്ട് വരണം. ആർക്കാണ് ഖുർആൻ പഠിക്കേണ്ടത്? ഇന്ന് അതിൻ്റെ ഒരു തടസ്സവും നമുക്കില്ല. അക്ഷരം അറിഞ്ഞൂടെയോ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗമുണ്ട്. അതേപോലെ നിങ്ങൾ സ്വയം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. കാരണം എന്താ, ഖുർആനിൻ്റെ മാധുര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഖുർആൻ താത്തു വെക്കത്തില്ല. പക്ഷെ സത്യത്തിൽ നമുക്കെന്തില്ല, ഖുർആന്റെ മാധുര്യം നമുക്ക് അറിയത്തില്ല, ഖുർആൻ എന്താണെന്ന് അറിയത്തില്ല, ആ വില മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മൾ ഖുർആനിന്റെ മൂല്യം മനസ്സിലാക്കി ഖുർആൻ പഠിക്കേണ്ടതുപോലെ പഠിച്ച് തജ്വീദ് അനുസരിച്ച്, പ്രത്യേകിച്ച് തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതിയാൽ എത്ര ഓതിയാലും മതി വരത്തില്ല. പ്രത്യേകിച്ച് നിസ്കാരത്തിൽ ഓതുമ്പോഴാണ് ഏറ്റവും അതിന്റെ മാധുര്യം കൂടുന്നത്. പ്രത്യേകിച്ച് തഹജ്ജുദിനൊക്കെ നമുക്കെന്ത് ആത്മാർത്ഥമായിട്ട് ഓതി ഒരുപാട് പുണ്യങ്ങൾ നേടാനും അള്ളാഹുമായിട്ട് അടുക്കാനും പറ്റുന്ന പരിശുദ്ധ ഖുർആൻ. അൽഹംദുലില്ലാഹ്, നിങ്ങളൊക്കെ മുന്നോട്ട് വരണമെന്നും ഒരു അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇതിനെപ്പറ്റി 2 വാക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ബഷീർക്ക പറയും. മുതിർന്ന പഠനാർത്ഥി കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട ബഷീർക്ക അദ്ദേഹത്തിൻ്റെ ഖുർആൻ പഠനത്തിലെ അനുഭവങ്ങൾ ഇവിടെ അയവർക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു 4 മാസത്തിന് മുമ്പ് ഖുർആൻ ക്ലാസ്സിൽ വന്ന് ഖുർആൻ ഓതാൻ പഠിച്ചതാണ്. റംസാൻ 1 മുതൽ റംസാൻ 28 അന്ന് രാവിലെ വരെ 4 ഖത്ത് ഞാൻ ഓതിക്കഴിഞ്ഞു. സർവശക്തൻ ആ ഖത്ത് ഓതിയതിനെ കബൂലാക്കുമാറാകട്ടെ. അതേപോലെ തന്നെ കുട്ടിയാട് അബ്ദുസ്സലാം മുസ്ലിയാരുടെ ക്ലാസ് നമ്മൾ അക്ഷരങ്ങൾ മുതൽ ബാക്കി എല്ലാ സംഗതികളും പഠിക്കുന്നതിന് ഒരു 15 ദിവസം കൊണ്ട് അദ്ദേഹം ഇതെല്ലാം ക്ലിയറായിട്ട് പഠിപ്പിക്കും. ആവശ്യക്കാർ നമുക്ക് പഠിക്കണമെന്ന ആഗ്രഹത്തിൽ മുമ്പോട്ട് വരുന്നവർ 15 ദിവസം കഴിയുമ്പോൾ ഖുർആൻ ഓതാൻ ക്ലിയറായിട്ട് ഓതാൻ പഠിച്ചിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അനുഭവം എന്ന് പറയാൻ എത്ര വർഷം? ഞാൻ 50 വർഷം കൊണ്ട് ഖുർആൻ നോക്കാതിരുന്ന ആളാണ്. 50 വർഷം കൊണ്ട് ഈ ഖുർആനെല്ലാം എൻ്റെ മനസ്സിൽ നിന്നൊക്കെ പോയി. വ്യവസായമൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. അതിനുള്ള ടൈമും എനിക്ക് കിട്ടിയിട്ടില്ല. അതെല്ലാം ഇപ്പം വിഷൻസെല്ലാം താഴെ വെച്ചോട്ട് ഇപ്പം ഈ ഖുർആനിലേക്ക് വന്ന സർവശക്തൻ്റെ അനുഗ്രഹം കൊണ്ട് കറക്റ്റായിട്ട് ഓതുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതെല്ലാം നമ്മൾ അബ്ദുസ്സലാം മുസ്ലിയാരുടെ ആ സംവിധാനം കൊണ്ട് ഓതാൻ പഠിച്ചു. സർവശക്തൻ അതിനെ എളുപ്പമാക്കി തന്നു. ഖുർആൻ എളുപ്പമാക്കി തരാനും നമുക്ക് മനഃപ്പാഠമാക്കുവാനും അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും. എല്ലാവരും ആ ക്ലാസ്സിലേക്ക് വരാനും നിങ്ങളത് തുടങ്ങാനും അതിന് ഡിമാൻഡുകളോ അദ്ദേഹത്തിന് ഫീസ് നിബന്ധനകളോ ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും അതിന് സഹകരിക്കുകയും വരികയും ചെയ്യണമെന്ന് സർവശക്തൻ്റെ ോട് ഞാൻ ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടിയാട് അബ്ദുസ്സലാം മുസ്ലിയാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ ഖുർആൻ ജനകീയവൽക്കരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രായഭേദമന്യേ വിദ്യാർത്ഥികൾക്ക് പാട്ടിലൂടെ ഇസ്ലാമികമായ അറിവ് കരസ്ഥമാക്കുവാൻ അദ്ദേഹം നിരവധി പാട്ടുകൾ തന്നെ രചിച്ച് അത് കുട്ടികളുമായി പാടി പാട്ടും പഠനവും ഈ ചാനൽ തന്നെ പഠനം മധുരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ ഉദ്യമം അള്ളാഹു കബൂലാക്കുകയും അതുവഴി ഒരു മാതൃകാമയമായ സമൂഹത്തെ സൃഷ്ടിക്കുവാനും ഇസ്ലാമികമായ ഒരു ജീവിത ചിട്ട പുതുതലമുറയെ വാർത്തെടുക്കുവാനും രാജ്യത്തിനും സമൂഹത്തിനും സൗഹൃദവും സ്നേഹവും വിതറി ഒരു നല്ല ഭാവി സമൂഹത്തെ സൃഷ്ടിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.